വേലുത്തമ്പി ദളവ നാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ധീരദേശാഭിമാനി തലകുളത്ത് വേലുത്തമ്പി ദളവയുടെ 260ാം ജന്മജയന്തി ആഘോഷം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 9:30 സെക്രട്ടേറിയറ്റ് വളപ്പിലുള്ള പ്രതിമയിലും വൈകുന്നേരം 3 മണിക്ക് തലകുളത്ത് വല്യ വീട്ടിലുള്ള പ്രതിമയിലും ഹാരാർപ്പണവും പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണവും നടന്നു. ശേഷം ഇന്ന് രാവിലെ 10 ജയന്തി സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് സെക്രട്ടേറിയറ്റ് വളപ്പിലുള്ള പ്രതിമയിൽ ഹാരാർപ്പണവും പുഷ്പസമർപ്പണവും നടത്തി. തുടർന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ കെ മഹേശ്വരൻ നായരുടെ അധ്യക്ഷതയിൽ നടന്ന 260ാം വേലുത്തമ്പി ദളവ ജയന്തി സമ്മേളനം മുൻ കേന്ദ്രമന്ത്രിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത ചടങ്ങിൽ മുൻ MP N പീതാംബരക്കുറുപ്പും മുൻ മേയർ അഡ്വക്കേറ്റ് K ചന്ദ്രികയും മുഖ്യപ്രഭാഷണങ്ങൾ നടത്തി. തദവസരത്തിൽ 2025 വേലുത്തമ്പി ദളവ പുരസ്കാര ജേതാക്കളായ ഡോക്ടർ TP ശങ്കരൻകുട്ടി നായർ, ശ്രീ സുനിൽ പരമേശ്വരൻ, ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട് എന്നിവർക്ക് രാജീവ് ചന്ദ്രശേഖർ നൽകി. തിരുവനന്തപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി G രാധാകൃഷ്ണൻ, ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ S വിശ്വംഭരൻ നായർ എന്നിവർ ചടങ്ങിൽ സന്നദ്ധരായി. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി സെക്രട്ടേറിയറ്റിൽ മഹേശ്വരനാർജി പറഞ്ഞ പോലെ കമ്പൗണ്ടിന് അകത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു നല്ല പ്രതിമ സാധാരണക്കാർക്ക് ഇന്നും പുഷ്പാർച്ചനയോ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതോ പോയി റെസ്പെക്റ്റ് കൊടുക്കാൻ പോലും സ്വാതന്ത്ര്യം ഇന്നുമില്ല. അത് മാറണമെന്നാണ് ഞാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാൻ പോകുന്നത്. അത് മാറ്റണം. അതിനുവേണ്ടി ഞാൻ എഴുത്തെഴുതാം. അതിന് ഫോളോ അപ്പും ചെയ്യാൻ ഞാൻ ശ്രമിക്കും. ധീരവുമായും പൊതുപ്രവർത്തനം നടത്തി നമ്മുടെ നാടിനെ പ്രധാനമന്ത്രി വരെ ആയി ഉയർന്ന വേലുത്തമ്പിയുടെ ജന്മദിനം എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഔദ്യോഗികമായി ആഘോഷിക്കുന്നത് വേണ്ടി നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ഞാൻ മുഖ്യമന്ത്രിയോട് ഇന്ന് അഭ്യർത്ഥിക്കുന്നത്. ഒരു വേലുത്തമ്പി പഠന ഗവേഷണ കേന്ദ്രം മഹേശ്വരനാർജി പറഞ്ഞു ആരംഭിക്കണം എന്നാണ് ഞാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോ CSR സപ്പോർട്ട്, അതിൻ്റെ പിന്തുണയും സഹായവും സഹകരണങ്ങൾക്ക് ഞാൻ ഉറപ്പ് ഇന്ന് തരുന്നു. ഞാൻ അതിനുവേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. വേലുത്തമ്പി ദളവയെക്കുറിച്ച് ഈ നാടിൻ്റെ മണ്ണ്, ഈ നാടിൻ്റെ വികാരം, ഇവിടെ നിലനിൽക്കുന്ന അന്തരീക്ഷ വായു, ഇതിലെല്ലാം വേലുത്തമ്പിയുടെ വികാരം ത്രസിച്ച് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അപദാനങ്ങളെക്കുറിച്ച് എണ്ണിയാൽ ഒടുങ്ങാത്ത വീരഗാഥകളാണ് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിട്ടുള്ളത്. ഒരു സ്വയംഭൂ വിഗ്രഹം പോലെ ശക്തി സ്രോതസ്സായി മാറിയ വ്യക്തിയാണ് വേലുത്തമ്പി ദളവ. പക്ഷെ ഒടുവിൽ അദ്ദേഹത്തിന് അർഹമായ നീതി കിട്ടേണ്ട ഇടത്ത് നിന്ന് കിട്ടിയില്ല എന്നൊരു ദുഃഖമുണ്ട്. പള്ളാത്തുരുത്തിയിൽ 22 സായിപ്പന്മാരെ ഒറ്റ കയറ്റിൽ കെട്ടി വലിച്ച് വെള്ളത്തിലിടാൻ പോലീസുകാരോട് പറഞ്ഞ് അത് കൂടെ നിന്ന് ചെയ്യിച്ചിട്ട് പക തീരാത്ത വികാരത്തോടെ മുന്നോട്ട് കുതിച്ച വേലുത്തമ്പി ഈ രാജ്യം ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വേലുത്തമ്പി തളരുന്നത് അത് നിയന്ത്രിക്കേണ്ട ചിലർ സായിപ്പന്മാരുടെ യൂറോപ്യന്മാരുടെ കസ്റ്റഡിയിലാണെന്ന് പിന്നീട് അദ്ദേഹം അറിയുമ്പോഴാണ് അദ്ദേഹം അസ്വസ്ഥനാകുന്നത്. അവിടെ വെച്ചാണ് ഏതൊരു ധീരനും തളർന്നു പോകുന്നത്. നമ്മുടെ ഈ കൊച്ചു തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവയുടെയും ഒക്കെ നേതൃത്വത്തിൽ, അതുപോലെ പഴശ്ശിരാജയുടെയും ഒക്കെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന നിരവധിയായ കലാപങ്ങൾ നമുക്കറിയാം. ഒരു നിമിഷം കൊണ്ട് ദളവ പദവിയിലെത്തിയ ആളായിരുന്നില്ല വേലുത്തമ്പി ദളവ. പടിപടിയായി ഉയർന്ന് തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രിയായി തീരുകയാണ് അദ്ദേഹം ചെയ്തത്. 1765 മെയ് മാസം 6-ാം തീയതി ഇരണിയിൽ തലക്കുളത്ത് ദേശത്ത് വലിയ വീടെന്ന നായർ തറവാട്ടിൽ ജനിച്ച വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി ദളവ ചെറുപ്പകാലത്ത് ആയോധന കലയിലും അതുപോലെ സാമർഥ്യത്തിലും ആകാര സൗഷ്ഠവത്തിലും സൗന്ദര്യത്തിലും ഒക്കെ അദ്വിതീയനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ ആയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കയ്യൂക്ക് അവിടുത്തെ പല അധർമ്മികൾക്കും ഭയമായിരുന്നു എന്നുള്ളത് കൊണ്ട് പല പല തർക്കങ്ങളും തീർക്കുന്നത് വേലുത്തമ്പിയായിരുന്നു ആ കാലഘട്ടത്തിൽ.